Hi everyone. So today we are going to discuss about the various stages of research design. അല്ലെങ്കിൽ ഒരു റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് ഒരു റിസർച്ചർ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദർ ആർ വേരിയസ് സ്റ്റേജസ് ആൻഡ് ഈ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അല്ല അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, ദേ ആർ ഇന്റർഡിപെൻഡന്റ്, അതായത് ഒന്ന് വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് വേറെ ഒന്ന്, അങ്ങനെയാണ് ഈ സ്റ്റെപ്സ് പോകുന്നത്. സോ ലെറ്റ് സി വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് ബിസിനസ് റിസർച്ചിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദർ ആർ വൈഡ് ഏരിയാസ് ടു ബി കവർ. അതിനനുസരിച്ച് തന്നെ ദർ ആർ വേരിയസ് പ്രോബ്ലംസ് റിസർച്ചർ ക്യാൻ ഫേസ്. കുറെ പ്രോബ്ലംസ് ഉണ്ട്. സോ റിസർച്ചർ എന്താണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ബിസിനസ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. അതിനെ എന്നിട്ട് റിസർച്ച് പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. റിസർച്ച് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ സെൽഫ് എക്സ്പ്ലനേറ്ററി വൺ, അതായത് സ്വയം എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് ആ പ്രോബ്ലം വായിക്കുന്ന സമയത്ത് അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സോ ദിസ് ഇസ് ഹൗ എ റിസർച്ച് പ്രോബ്ലം ഷുഡ് ബി ഫോർമുലേറ്റഡ്. റിസർച്ച് പ്രോബ്ലം ഫോർമുലേഷൻ റിസർച്ചിന്റെ പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് റിസർച്ച് ഡിസൈൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലം ഫോർമുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഫോർമുലേഷൻ ഈ പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രോബ്ലം ഫോർമുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിസർച്ച് ഡിസൈൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് നമുക്കിപ്പോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ഡിസൈൻ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഇനി നമുക്ക് എന്താണ് ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെങ്കിൽ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ആയിരിക്കും. ഇനി ഒരു എക്സ്പ്ലനേറ്ററി പ്രോബ്ലം, അതായത് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ഇൻഡെപ്ത് സ്റ്റഡി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇൻഡെപ്ത് നോളജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എക്സ്പ്ലനേറ്ററി ഡിസൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു സ്മോൾ സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ഡാറ്റാസിന്റെ അവൈലബിലിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിസർച്ച് ഫീസിബിൾ രീതിയിൽ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു പൈലറ്റ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. നെക്സ്റ്റ് സ്റ്റേജ് ആണ് റിവ്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. നമുക്ക് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ പ്രോബ്ലംസിനെ കുറിച്ച് കുറെ പേര് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. കുറെ ലിറ്ററേച്ചേഴ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ലിറ്ററേച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഈ ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡീസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തായിരിക്കും, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സിലെ ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചേഴ്സ് റിവ്യൂ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോബ്ലംസിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ പ്രോബ്ലംസ്, ഇൻ ടു അവർ പ്രോബ്ലംസ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ്, റിവ്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. തേർഡ് സ്റ്റേജ് ആണ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ്. സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ് എന്ന് പറയുമ്പോൾ ദർ ആർ വേരിയസ് സോഴ്സസ് എ റിസർച്ചർ ക്യാൻ ഡിപ്പെൻഡ് ഫോർ കളക്ടിങ് ദ ഇൻഫോർമേഷൻ ഓർ ഫോർ ഗെറ്റിംഗ് ദ ഇൻഫോർമേഷൻ. ഡോക്യുമെന്ററി സോഴ്സസ്, അത് തന്നെ ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ നേച്ചർ ഉണ്ട്, പേഴ്സണൽ സോഴ്സസ് ഉണ്ട്, ലൈബ്രറി സോഴ്സസ് ഉണ്ട്. ഈ മൂന്ന് സോഴ്സസ് യൂസ് ചെയ്തിട്ട് റിസർച്ചർക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും, അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രൈമറി ഓർ സെക്കൻഡറി എന്നും നമുക്ക് പറയാം. പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസർച്ചർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക.
സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ റിസർച്ചർ യൂസ് ചെയ്യുന്നുണ്ടാവുക. പ്രൈമറി സോഴ്സസിന്റെ എക്സാമ്പിൾ ആണ് ഡയറീസ്, സ്പീച്ചസ്, മാനുസ്ക്രിപ്റ്റ്സ്, ലെറ്റേഴ്സ്, ഇന്റർവ്യൂസ്. ഇതൊക്കെ പ്രൈമറി സോഴ്സസിന്റെ എക്സാമ്പിൾ ആണ്. സെക്കൻഡറി സോഴ്സസിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ലൈക്ക് ഫ്രം ടെക്സ്റ്റ് ബുക്സ്, മാഗസിൻ ആർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ബുക്ക് റിവ്യൂസ്, എൻസൈക്ലോപീഡിയാസ്. ഇതൊക്കെ സെക്കൻഡറി സോഴ്സസിന്റെ എക്സാമ്പിൾ ആണ്. സോ ദിസ് ഇസ് അവർ തേർഡ് സ്റ്റേജ്. ഇനി ഫോർത്ത് സ്റ്റേജ് ആണ് നേച്ചർ ഓഫ് ദ സ്റ്റഡി. നേച്ചർ ഓഫ് ദ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റഡി വി ആർ ഇന്റൻഡഡ് ടു ക്യാരി ഔട്ട്. ഒരു റിസർച്ചർ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റഡി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആവാം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ആവാം, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡി ആവാം, അതല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആവാം. സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ടാണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്പെരിമെന്റൽ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. So this is our fourth stage, nature of the study. We have to decide what nature of study is going to be carried out. Next one ആണ് objectives of the study, അതല്ലെങ്കിൽ purpose of the study. നമ്മൾ എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ടേംസിലായിരിക്കണം സ്റ്റേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലിയർ ടേംസിലായിരിക്കണം നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും വരും. ഇറ്റ് ക്യാൻ ബി ഏതർ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ രൂപേണ നമുക്കിതിനെ എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി. അത് ക്ലിയർ ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. നമുക്ക് നമ്മുടെ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത് വേരിയസ് പോപ്പുലേഷൻ നിന്ന് അല്ലെങ്കിൽ വേരിയസ് യൂണിറ്റ്സ് നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഈ ആൾക്കാരെല്ലാവരും പല ഏരിയാസിലായിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ നമ്മുടെ സ്റ്റഡി ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്നല്ല കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്നല്ല കളക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഫോൾസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു സ്പെസിഫിക് ഏരിയ ഡിസൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. അതാണ് ഏതൊരു സ്പെസിഫിക് ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി ഡിസൈഡ് ചെയ്യണം. ഒരു സ്പെസിഫിക് ഏരിയ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് സോഷ്യോ കൾച്ചറൽ കണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡി. ഇത് മെയിൻലി ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഹ്യൂമൻ ബീങ്സിന്റെ സോഷ്യോ കൾച്ചറൽ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്യണം, മുന്നേ കൂട്ടി മനസ്സിലാക്കണം. അതായത് ദെയർ ട്രഡീഷൻ, ബിലീഫ്സ്, നോംസ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ആണ് പീരീഡ് ഓഫ് സ്റ്റഡി. പീരീഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിലാണ് മെയിൻലി വരുന്നത്. എത്ര ടൈം ഡയമെൻഷൻ ആണ് അല്ലെങ്കിൽ എത്ര പീരീഡ് ഓഫ് സ്റ്റഡി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി ഡിസൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡി. ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രോബ്ലംസിന് നമുക്ക് നമ്പർ ഓഫ് കേസസ് ടു ബി സ്റ്റഡീഡ് അത് കുറവായിരിക്കും. ചില പ്രോബ്ലംസ് ആണെങ്കിൽ നമ്പർ ഓഫ് കേസസ് നമുക്ക് പ്ലെന്റി ഓഫ് കേസസ് അവൈലബിൾ ആയിരിക്കും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കോവിഡിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദർ ആർ വേരിയസ് കേസസ് വി ക്യാൻ സ്റ്റഡി. കോവിഡിന്റെ കേസസ് എന്ന് പറയുമ്പോൾ എന്താണ് കുറേ കേസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിൽ ഏതൊക്കെ കേസസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മുന്നേ കൂട്ടിയിട്ട് അസർട്ടൈൻ ചെയ്യണം. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് എന്താണ് ലിമിറ്റേഷൻ, നമ്മുടെ സ്റ്റഡിയുടെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നൗ നെക്സ്റ്റ് വൺ ആണ് ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈം, കോസ്റ്റ് ഫാക്ടേഴ്സിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെലക്ടിങ് ദ ഡാറ്റ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ദ ഡാറ്റ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈം, കോസ്റ്റ് ഫാക്ടേഴ്സ് എന്നുള്ളതിനെയൊക്കെയാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ടൈമും അതേമാതിരി കോസ്റ്റും എനർജി അതൊക്കെ എന്താണ് കുറച്ച് അധികം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. സോ ഇതിനെയൊക്കെ അനുസരിച്ചിരിക്കണം നമ്മൾ ഡാറ്റ സെലക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഡാറ്റ സെലക്ഷന് എൻറ്റയർ പോപ്പുലേഷൻ കവർ ചെയ്യുന്നതിന് പകരം നമുക്കൊരു സാമ്പിൾ വെച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് വിൽ ബി മോർ എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ്.
സാമ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സാമ്പിൾ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. ഓക്കെ, നൗ ഇൻ ജനറൽ സ്മോൾ സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സയന്റിഫിക്കലി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ ലാർജ് സാമ്പിൾസ്. ലാർജ് സാമ്പിൾസിനേക്കാളും കുറച്ചും കൂടി റിലയബിൾ ആണ് സയന്റിഫിക്കലി സെലക്ടഡ് സ്മോൾ സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ടെക്നിക് ഓഫ് സ്റ്റഡി. ടെക്നിക് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് ദർ ആർ വേരിയസ് ടെക്നിക്സ് ദാറ്റ് എ റിസർച്ചർ ക്യാൻ ചൂസ്. അതിൽ വരുന്നതാണ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, ഷെഡ്യൂൾസ്, ക്വസ്റ്റിനെയേഴ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഓൾ. അതായത് ഇതെല്ലാം നമുക്ക് ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ ടെക്നിക് വി ആർ ഇന്റെൻഡിങ് ടു use in this study. Okay, so this is the next step. Next step ആണ് technique of study. അടുത്തതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് കൺട്രോൾ ഓഫ് എറർ. ഇത് വരുന്നത് എക്സ്പെരിമെന്റൽ സ്റ്റഡീസിലാണ്. എക്സ്പെരിമെന്റൽ സ്റ്റഡീസിൽ എന്ന് പറയുമ്പോൾ ലബോറട്ടറി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ലബോറട്ടറി ഫീൽഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ വി ക്യാൻ കൺട്രോൾ ഓൾ വേരിയബിൾസ്. അല്ലെങ്കിൽ നമുക്ക് ഓൾ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേരിയബിൾ, അങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ വരും. സോ വി ക്യാൻ കൺട്രോൾ ഓൾ ദീസ് വേരിയബിൾസ് ഓർ സോഴ്സസ് ഓഫ് എറർ, അല്ലെങ്കിൽ എറേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ലബോറട്ടറി സ്റ്റഡി ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ. സോ ദീസ് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ. നമ്മളൊരു പാർട്ടും കൂടി കാണുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്താണ് എന്നുള്ളത് ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ പ്ലാൻ ഓഫ് സ്റ്റഡി റിസർച്ചർ പ്രിപ്പയർ ബിഫോർ ഡൂയിങ് അല്ലെങ്കിൽ ബിഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദ സ്റ്റഡി. ബ്ലൂ പ്രിന്റിനെയാണ് റിസർച്ച് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉള്ളത്. ഒരു റിസർച്ചർക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഹി ഹാസ് എ ലിമിറ്റഡ് റിസോഴ്സസ്. അതൊക്കെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ റിസർച്ച് ഡിസൈൻ സഹായിക്കും. സോ ഇറ്റ് സേവ്സ് ടൈം, മണി ആൻഡ് എനർജി. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ വേരിയസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു സ്റ്റഡി സിസ്റ്റമാറ്റിക്കലി. സിസ്റ്റമാറ്റിക്കലി നമുക്ക് എന്താണ് വേരിയസ് ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു റിസർച്ചർക്ക് എന്താണ് മനസ്സിലാക്കാൻ റിസർച്ച് ഡിസൈൻ സഹായിക്കും. helps the researcher to document the research activities. റിസർച്ച് ആക്ടിവിറ്റീസിന്റെ ഡോക്യുമെന്റേഷന് റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കൊരു ഫ്യൂച്ചറിൽ ഇനി എങ്ങനെയൊക്കെയാണ് ഈ റിസർച്ച് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമുക്ക് എന്താണ് ഡോക്യുമെന്റേഷൻ സഹായിക്കും. അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ കൊണ്ട് നമുക്ക് ഒരു റിസർച്ചർക്ക് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് എൻഷുർസ് പ്രോപ്പർ ടൈം ഷെഡ്യൂൾ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് കറക്റ്റ് രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് റിസർച്ച് ഡിസൈൻ കൊണ്ട് റിസർച്ചർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് റിസർച്ച് ഡിസൈൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും കറക്റ്റ് ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് റിസർച്ചർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് പ്രൊവൈഡ്സ് കോൺഫിഡൻസ് ടു ദ റിസർച്ചർ. ഒരു റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് റിസർച്ചർക്ക് കൊടുക്കും. പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് സക്സസ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക്. നമ്മൾ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കറക്റ്റ് രീതിയിൽ തന്നെ നമ്മളത് പോയി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു റിസർച്ച് ഡിസൈനിലൂടെ നമുക്ക് ഓരോ സ്റ്റേജ് ഓഫ് വർക്കും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാം. സോ ദീസ് ആർ ദ വേരിയസ് ബെനിഫിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. സോ നമ്മളിന്ന് കണ്ടത് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.